അതിന് ഉതകുന്ന തരത്തിൽ സോഷ്യൽ മീഡിയ രംഗങ്ങളും ഏറ്റവും നൂതനമായ സംവിധാനങ്ങളും അതുപോലെ തന്നെ അക്കാദമിക മൂല്യങ്ങളും അക്കാദമിക് കാര്യങ്ങൾ ചെയ്യുന്നതിന് പ്രാപ്തിയാക്കുന്ന തരത്തിലുള്ള ക്ലാസുകളും ക്യാമ്പുകളുമാണ് KPSK ആസൂത്രണം ചെയ്ത് നടത്തി വരുന്നത്. റൈസ് 2030 പോലുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള അധ്യാപക ശ്രേഷ്ഠരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ വർഷം നടത്തിയ ക്ലാസുകളിലൂടെ പ്രചോദനം ഉൾക്കൊണ്ട് ചില ആളുകൾ പ്രത്യേകം ഈ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. മെമ്പർഷിപ്പ് എടുക്കുന്നത് മാത്രമല്ല, സജീവമായി സംഘടനാ രംഗത്തേക്കും സംഘടനാ പ്രവർത്തന രംഗത്തേക്കും യൂണിറ്റ് മുതൽ സ്കൂളിലെ കാര്യങ്ങളും പെട്ടെന്നൊരു ആവശ്യമുണ്ടായാൽ ഓടിയെത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സംഘടനാ സംവിധാനം വാർത്തെടുക്കുക എന്നുള്ളതാണ് KPSKയുടെ ലക്ഷ്യം. രണ്ട് കാര്യങ്ങളാണ് അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളോട് എതിർക്കുന്നവരെ ചെറുത്തു തോൽപ്പിക്കാനും നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി പടപൊരുതാനുമായുള്ള കാര്യമാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മൂല്യച്യുതി ബാധിച്ച് ഓരോ ദിവസവും ഇനി എന്തേന്ന് അറിയാതെ ഇരുട്ടിൽ തട്ടുന്ന കിരാതവർഗക്കാരായിട്ടുള്ള ഇടതു ഭരണത്തിനെതിരെ ശക്തമായ അക്കാദമിക മുന്നേറ്റത്തിലൂടെ പാഠ്യപദ്ധതിയെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ബഹുമാന്യനായ ശ്രീ ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന പാഠ്യപദ്ധതി അട്ടിമറിക്കുന്ന ഈ സമയത്ത് ഇത്തരം കാര്യങ്ങളെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് പഠനരംഗത്തും സാമൂഹ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സമൂഹത്തിൽ ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ KPSKയുടെ പുതുതലമുറയ്ക്കും നമ്മുടെ ഈ നേതൃത്വം നൽകുന്നവർക്ക് കഴിയും എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഈ ജില്ലയിലെ അഭിമാന താരമായി KPSK മാറും. ഇവിടെ വന്നിരിക്കുന്നവർക്ക് 100% ആത്മാർത്ഥതയും അച്ചടക്കമുള്ള പ്രവർത്തകരും അതുപോലെ തന്നെ കൃത്യമായി പാഠപുസ്തകവും പാഠ്യവസ്തുവും പഠിക്കുകയും സ്കൂളിൽ അത് കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്യുന്നവരാണ് എന്ന സന്തോഷം അറിയിക്കാനും കൂടെ ഞാൻ ഈ അവസരം ഉപയോഗിക്കുക. ഞാൻ എൻ്റെ കടമയിൽ പ്രവേശിക്കുന്നു. നമുക്കറിയാം, ഇന്ന് ചെയ്യാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുക. ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ ജില്ലാ പ്രസിഡന്റ്, ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാള അധ്യാപകൻ, ഈ വർഷം സർവീസിൽ നിന്ന് പിരിയുന്നതും കഴിഞ്ഞ റവന്യൂ ജില്ലാ കലോത്സവത്തിൽ കാസർഗോഡ് പ്രത്യേകിച്ചും ഇടത് കോട്ടയിൽ ഉദലൂർ പോലുള്ള സ്ഥലത്ത് ശക്തമായ നേതൃത്വം നൽകിക്കൊണ്ട് ഭക്ഷണ കമ്മിറ്റി വിജയിപ്പിച്ച CKV വാസുദേവൻ നമ്പൂതിരി വളരെ കൃത്യമായി സംഘടനാ പ്രവർത്തനം നടത്താൻ വരുന്നതാണ് എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ ഇന്ന് വളരെ നേരത്തെ എത്തിയ CK അബ്ദുൽ മജീദ് അവരുടെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വളരെ ഹാർദവുമായി ഞാൻ സ്വാഗതം ചെയ്യുക. സംസ്ഥാന നിർവാഹക സമിതി അംഗം ശശിധരൻ മാഷ്, സംസ്ഥാന നിർവാഹക സമിതി അംഗം അനിൽ മാഷ്, സംസ്ഥാന നിർവാഹക സമിതി അംഗം പ്രശാന്ത് കാലത്ത്, സംസ്ഥാന നിർവാഹക സമിതി അംഗം ശ്രീനിവാസൻ മാഷ് ഒരു സമ്മേളനത്തിൽ വെച്ച് KPSKയുടെ റവന്യൂ ജില്ലാ നേതൃത്വം ഏറ്റെടുക്കുമ്പോൾ നീലേശ്വരത്ത് വെച്ചായിരുന്നു സമ്മേളനം. സാധാരണ KPSK നടത്താറുള്ള സമരങ്ങളും അതേപോലെ തന്നെ പ്രക്ഷോഭങ്ങളും ക്യാമ്പും ഇതൊക്കെ തന്നെയാണ് മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ഓരോ ആഴ്ചയിലും അധ്യാപകരുടെ അവകാശങ്ങൾ, ജീവനക്കാരുടെ അവകാശങ്ങൾ ഓരോന്നായി കവർന്നെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു പിണറായി വിജയൻ സർക്കാർ. അതിനെതിരെ പോരാടാൻ വേണ്ടിയിട്ട് KPSK തയ്യാറാകുമ്പോൾ നമ്മുടെ ജില്ലാ നേതൃത്വത്തിന് മാറി നിൽക്കാൻ കഴിയില്ല. മജീദ് മാഷ് ആഹ്വാനം ചെയ്യുമ്പോൾ നമ്മൾ പല പരിപാടികളും 2 ദിവസം മുമ്പേ ആയിരിക്കും ആഹ്വാനം കിട്ടുക. ആ വിഷയത്തിൽ എല്ലാ ശനിയാഴ്ചയും പ്രവർത്തനമായി പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിരെ പോരാടിയത് KPSK ആണ്. ഇങ്ങനെ നിരവധി പോരാട്ടങ്ങൾ. അതേപോലെ തന്നെ ഇപ്പോൾ ജോലിക്ക് കയറിയിട്ടുള്ള അധ്യാപകരെ ദ്രോഹിക്കുന്ന 3 വർഷം കഴിഞ്ഞ അധ്യാപകരെ പോലും ദിവസവേതനക്കാരായി കൂലിത്തൊഴിലാളികളായിട്ട് കണക്കാക്കുന്ന ഒരു ഓർഡർ വന്നപ്പോൾ അത് തിരുത്തിക്കാൻ വേണ്ടിയിട്ട് KPSK കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അധ്യാപക പക്ഷത്തു നിന്നുകൊണ്ട് അധ്യാപകർക്ക് വേണ്ടി പോരാടുന്ന പ്രസ്ഥാനം, അതാണ് KPSK. ഇവിടെ നമുക്കറിയാം, കഴിഞ്ഞ 8 വർഷക്കാലം ഇവിടെ പിണറായി വിജയന്റെ നേതൃത്വമുള്ള സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. എന്താ മറുപടി വന്നത്? ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഉത്തരം ചോദിച്ചിട്ടില്ലല്ലോ. ഇതാണ് മന്ത്രി മറുപടി പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു മന്ത്രി
ഏത് മേഖല എടുത്തു നോക്കിയാലും, ആരോഗ്യരംഗം എടുത്തു നോക്കിയാൽ ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉപവാസം കിടക്കുകയാണ് അവിടുത്തെ MP MK രാഘവൻ. എന്താ കാരണം? ആവശ്യത്തിന് മരുന്നില്ല. രോഗികൾ പോയത് ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ കത്രിക വയറ്റായിരിക്കും. അങ്ങനെയുള്ള മെഡിക്കൽ കോളേജുകളും ആശുപത്രികളാണ് ഉള്ളത്. എന്നിട്ട് മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? എല്ലാവർക്കും അസൂയയായി പോകും ആശുപത്രി കാണുമ്പോൾ, സർക്കാർ ആശുപത്രി കാണുമ്പോൾ. ഞങ്ങൾക്കൊക്കെ അങ്ങോട്ട് പോകാം, വിശുദ്ധുകൊണ്ടാണ് പോകുന്നതെന്ന് ആൾക്കാർ കരുതുന്നതാണ്. സർക്കാർ മാറുകയും ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ആരോഗ്യരംഗവും വിദ്യാഭ്യാസ രംഗവും കുളന്തോടുകയും ചെയ്ത ഒരു സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. ഇനി നമ്മുടെ സംഘടനാ രംഗത്തേക്ക് വന്ന് തന്നെ ഉണ്ട്. അപ്പൊ ഇവരൊക്കെ സുഗതമാഷുണ്ട്. അപ്പൊ ഇവരൊക്കെ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് അത് വിജയിപ്പിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ ഒരു ദിവസം നമ്മുടെ വനിതാ പ്രതിനിധികള് സാരി കൊടുത്തുകൊണ്ട് വിളമ്പാനിറങ്ങിയ അപ്പൊ പുതിനൂരിനെ തന്നെ ആകെ ഞെട്ടിച്ച് കളഞ്ഞ ഒരു കാര്യമായിരുന്നു. അത് പത്രത്തിൽ ഫോട്ടോ വന്നു. അത് ഡ്രസ് കോഡ്. പക്ഷേ നമ്മുടെ ഏറ്റവും സീനിയറായ ഒരു അഡ്വക്കേറ്റ് പണം അവിടെ നോക്കിയില്ല, പൈസ നമ്മൾ നോക്കിയില്ല. സീനിയറായ അഡ്വക്കേറ്റ് ശ്രീ ജോർജ് കുര്യൻ കണ്ണന്താനം കൃത്യമായി അതിനെക്കുറിച്ച് പഠനം നടത്തി. അദ്ദേഹം അതിന്റെ വാദഗതികൾ കൃത്യമായി ഹൈക്കോടതിയിൽ നിരത്തി. അവസാനം ഹൈക്കോടതി ഗവൺമെന്റ് ബ്രീഡറും അധ്യാപകരുടെയും നിയമനാംഗീകാരമാണ് തടഞ്ഞു വച്ചിരിക്കുന്നത്. കുറെ പേർക്ക് നിയമനാംഗീകാരം കൊടുത്തത് പ്രൊവിഷണലായിട്ടോ താൽക്കാലികമായിട്ടാണ്. ആ പ്രൊവിഷണലായിട്ടോ പ്രൊബേഷണലായിട്ടോ ആ നിയമനാംഗീകാരം കിട്ടിയ 8/11/2021 ശേഷമുള്ള അധ്യാപികമാരൊക്കെ ദിവസവേതനക്കാരാക്കാൻ ഉത്തരവിറക്കി. ഇപ്പൊ തലയെല്ലാം എടുത്ത് ഉടനെ മൊത്തം അടിക്കൊണ്ടിരിക്കുന്നു അല്ലേ? വന്നാൽ അവന്റെ ജാതി, അവന്റെ കുടുംബം, അവന്റെ പിന്തുണ എല്ലാം ചോദിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ സർവേ. അങ്ങനെ ആ കാര്യത്തെയും നമ്മൾ എതിർത്തു. ഇറക്കണ്ട നമുക്ക്. അതിന് വിദ്യാഭ്യാസ മന്ത്രി തിരിച്ചുകൊണ്ട് വന്നാൽ വിദ്യാഭ്യാസ സെക്രട്ടറിയാണ്. വിദ്യാഭ്യാസ സെക്രട്ടറി എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞാൽ അത് മജീദ് ഭാഷയോട് ചോദിച്ചാൽ മതി. മജീദ് ഭാഷയോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അർത്ഥം KPSK ചോദിച്ചാൽ മതി എന്നോടല്ല, എന്റെ മുഖത്തിന് തോന്നൽ കണ്ടിട്ടല്ല. അതാണ് KPSKയുടെ അർത്ഥം. ഈ സംഘടനയുടെ അർത്ഥവും അതാണ്. അതുപോലെ കുട്ടികളെ സംബന്ധിച്ച് കുട്ടികളുടെ 2 മേളകൾ, ആ മേളകളുടെ മാനുവൽ പരിഷ്കരണം ആരോടും ആലോചിക്കാതെ പുറത്തു കൊണ്ടുവന്നത് അല്ലേ? ആ പരിഷ്കരണത്തിനെതിരെ സമരം ചെയ്താൽ KPSK ആണ്. അതുപോലെ വർക്ക് എക്സ്പീരിയൻസ് 3 ഇനം കയറ്റി പഴയ കുട്ടികളൊക്കെ പഠിച്ച് ഉപജില്ലയിൽ വരെ വിജയിച്ച കുട്ടികൾക്ക് സംസ്ഥാനത്ത് പങ്കെടുക്കാൻ പറ്റില്ല, ജില്ലയിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിഷ്കരണം എയ്ഡഡ് അഭിഭാഷകരെ സംബന്ധിച്ച് അവർക്ക് ഡ്രോയിങ് അത് നടപ്പിലാക്കലാണ് സർക്കാരിന്റെ ഉത്തരവാദിത്വം. അതല്ലെങ്കിൽ പ്രത്യക്ഷ സമര പരിപാടികളുമായി ഞങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടി വരും. ഹൈക്കോടതിക്ക് പുറമെ സുപ്രീം കോടതിയുണ്ട്. നിങ്ങൾ അതിന് കേസ് കൊടുത്താൽ, അതിന് നിങ്ങൾ എതിർത്ത് ചോദ്യം ചെയ്താൽ സുപ്രീം കോടതി വരെ പോയിട്ട് അതിനെ തടയാൻ കാസർഗോഡ് ജില്ലയിലും അതിഗംഭീരമായിട്ടാണ് നടന്നത്. ആ പോരാട്ടവും നമ്മുടെ ഇടപെടലുകളും നമ്മുടെ സമ്മർദ്ദങ്ങളും വിദ്യാഭ്യാസ മന്ത്രിയെ വരെ നമ്മൾ നേരിട്ട് പോയി കണ്ടു. നമ്മൾ പറഞ്ഞു, സാർ ഒരു കാരണവശാലും സംസ്ഥാന മേളയുമായി സഹകരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ദ്രോഹിക്കുന്ന നിലപാടാണത്, അതിന് മാറ്റം വരുത്തണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ ഉത്തരവും ന്യൂട്ടൺ എടുത്തില്ലേ. അതാണ് KPSKയുടെ നിലപാട്. എന്ന് പറഞ്ഞാൽ ഇവര് ഉത്തരവ് ഇങ്ങനെ ഓരോന്ന് നടക്കില്ലേ? നമ്മൾ അടങ്ങിയിരിക്കാൻ പറ്റുമോ? ഒരു ഉത്തരവ് അടങ്ങുമ്പോൾ അതിനെ പ്രതിരോധിക്കണമെങ്കിൽ അത്ര സമരം വേണ്ടി വരും, അതല്ലെങ്കിൽ വേറെ രീതിയിലുള്ള പോരാട്ടം വേണ്ടി വരും. ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഉച്ചഭക്ഷണത്തിന്റെ പാവപ്പെട്ട കുട്ടികൾക്ക് കൊടുക്കുന്ന ഏറ്റവും സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് കേരളത്തിലെ നൂൺമീൽ അല്ലെ? നൂൺമീൽ പദ്ധതി ഇത്രയും നല്ല രീതിയിൽ, സമുചിതമായ രീതിയിൽ, വിഭവസമൃദ്ധമായ രീതിയിൽ നൽകിയ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ പേര് ഉമ്മൻചാണ്ടി സാറാ. എങ്ങനെ കൊടുത്തത്? ചോറും ഒരു കറിയും ഒരു ഒഴുത്തുകറിയും 2 സൈഡ് കറി നിർബന്ധം അല്ലേ?
നിർത്തിക്കൊണ്ട് ഉച്ചഭക്ഷണത്തിന്റെ കുടിശ്ശിക വരുത്തിയ ഒരു നാണം കെട്ട സർക്കാരാണ് ഇടതുപക്ഷം എന്ന് പറയാനൊക്കെ പറ്റുള്ളൂ. അവരെ കയ്യിൽ നിന്ന് ആ കുടിശ്ശിക വാങ്ങിയെടുത്തത് KPSTയുടെ സമ്മർദ്ദം പോലെ. KPST കൊടുത്ത കേസിന്റെ ഫലമായിട്ടാ ഓരോ മാസവും മാഷേ എന്നാ നിങ്ങൾ കേസ് ചോദിച്ചിരുന്നത്. എന്താണ് ചോദിക്കാൻ മാസം 3 മാസമായിട്ട് നമ്മുടെ കേസ് വരാതിരുന്നപ്പോ നമ്മൾ അനുഭവിച്ചില്ലേ? കുറച്ചൊന്ന് നമ്മളൊന്ന് ചെയ്തിട്ടുണ്ട്, ഇല്ലാതൊന്നും പറയുന്നില്ല. ഇടവേള കുറച്ചൊന്ന് നിർത്തി. ഞാൻ ഈ കേസ് ഒരു സിറ്റിങ്ങിന് അത്ര ഒട്ടുകൊണ്ടെന്നല്ല, 32 സിറ്റിംഗ് ആ ഉച്ചഭക്ഷണവുമായി ബന്ധപ്പെട്ട് നടത്തിയത്. അതിന് മുഴുവൻ പണം കൊടുത്ത് നടന്നത്. ഇന്നാലെ ആരുടെ കയ്യിൽ നമ്മൾ ആ കേസിൽ ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ല. KPSTയുടെ സമ്മാനത്തിന് 10 രൂപ തരാൻ മടിയാ അല്ലേ? അല്ലേ? ചില ആൾക്കാർ തന്നെ മനസ്സിലുണ്ടോ 1000 തന്നവരും 2000 തന്നവരും 3000 തന്നവരൊക്കെ ഉണ്ട്. മാസത്തിൽ മുഴുവൻ കൂടിയാണുള്ളൂ. പക്ഷെ ചില ആൾക്കാർക്ക് ഇപ്പോഴും മടിയാ. ഇപ്പൊ എന്താ ഉണ്ടായത്? ഉച്ചഭക്ഷണത്തിന്റെ 3.5 മാസമായിട്ട് കൃഷിയാണ്. കേന്ദ്രം പൈസ ഇടാത്തതുകൊണ്ടാണ്. കേന്ദ്ര ഫണ്ടാണ്. അവരോട് ചോദിക്കണം, കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തെ കേന്ദ്ര വിഹിതം കിട്ടിയില്ലേ? കേരള വിഹിതം കിട്ടിയ പാലും കുട്ടിയും മാന കൊടുക്കുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ വകയാണ് അല്ലെ? സംസ്ഥാന ഗവൺമെന്റിന്റെ കാര്യങ്ങൾക്ക് തിരുവനന്തപുരത്ത് പോയപ്പോ നമ്മൾ സാക്ഷാൽ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തിന് തന്നെ നിവേദനം കൊടുത്തു. ഇതുവരെ അദ്ദേഹത്തിന് ഒരു നിവേദനം കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിന് സമര നോട്ടീസ് കൊടുത്തായിരുന്നില്ല. ഇറങ്ങിപ്പോന്നത് ഞാൻ നോട്ടീസ് കൊടുത്തു, സാർ ഞങ്ങൾ ഉച്ചഭക്ഷണത്തിന് പണം കിട്ടാറുണ്ട്, അതിന്റെ ഒരു ഞങ്ങളുടെ നിവേദനമാണ് സാർ, അനുകൂലമായി അത് തീരുമാനമെടുക്കണം എന്ന് അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു ഉച്ചഭക്ഷണത്തിന് പൈസ കൊടുത്തതാണോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കിട്ടിയില്ല, 3.5 മാസം കിട്ടിയില്ല, കൃത്യമായി കണക്ക് പറഞ്ഞു. അങ്ങനെ അതിനെ ഒന്ന് കണ്ണു പൊടിയിടാൻ വേണ്ടി അവർ എന്ത് ചെയ്തു? ഒരു 4 കോടി 4.58 കോടി രൂപ അനുവദിച്ചു. ഇത് പുറത്തു വന്നപ്പോഴേക്ക് ചില ആളുകൾ എന്താണെന്നറിയില്ല, ചില ആളുകൾ ഉച്ചഭക്ഷണത്തിന്റെ ഗഡു അനുവദിച്ചു അല്ലേ? വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഇത്രയും ഐക്യത്തോടുകൂടി, കൂട്ടായ്മയോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി, അർപ്പണ മനോഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്മിറ്റി ഇല്ലാന്ന പ്രോഗ്രാം കമ്മിറ്റിയെ കുറിച്ച് പറഞ്ഞത്. ആരാ നടത്തിയത്? KPST കോഴിക്കോട് നടത്തി. കോഴിക്കോട് നടത്തിയപ്പോൾ നന്നായി നടത്തിയത്. അത് കഴിഞ്ഞ് കൊല്ലത്ത് നടത്തി. ആരാ നടത്തിയത്? എല്ലാവരും വരെ പ്രോഗ്രാം 2 മണിക്ക് 3 മണിക്ക് 4 മണിക്ക് 4:45 വരെയാണ് പ്രോഗ്രാം അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രയാസമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ ADPമാരെയും DGയൊക്കെ കണ്ടു. ഒരു ADP എന്നോട് വലിയ ആശങ്കയോടുകൂടി പങ്കുവച്ച കാര്യം, നാളെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ അവസ്ഥ എന്താകുമെന്ന് ആശങ്ക പങ്കുവച്ചു. അദ്ദേഹം പറഞ്ഞെന്തായോ? ആളെ പേരും പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ വർഷം 92,000 കുട്ടികൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കുറഞ്ഞു. ഈ വർഷം അത് 1,12,000 അടുത്ത വർഷം അത് 1,25,000 കുറയാനാണ് സാധ്യത ഞാൻ കാണുന്നത്. ഇങ്ങനെ പോയാൽ എത്ര വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടപ്പെടും, എത്ര അധ്യാപകരുടെ ജോലി നഷ്ടപ്പെടും. PSC എഴുതി റാങ്ക് ലിസ്റ്റിൽപ്പെട്ട് വർഷങ്ങളോളം കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് ജോലി ലഭിക്കാൻ എത്ര വർഷം കാത്തിരിക്കണം? എത്രമാത്രം പ്രയാസത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യം ഒരുക്കിയ ഗവൺമെന്റിന്റെ പേരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. അവര് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന പേരൊക്കെ പറയുന്നുണ്ട്. പക്ഷെ യജ്ഞമല്ല നടക്കുന്നത്, അതിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ മേഖലയിൽ നിന്ന് കുട്ടികളെ കൊഴിഞ്ഞു പോക്കെന്ന് ആക്കം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെയുള്ള പോരാട്ടമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആദ്യങ്ങളെക്കാൾ കൂടുതൽ നാളുകളുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലാണ് അധ്യാപക സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് പറയാനുള്ളത്, ഈ സംഘടനയുടെ ഭാഗമായി നിന്നുകൊണ്ട് KPST എന്ന് പറയുന്ന ഇതിൽ ജനാധിപത്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇതിൽ രാഷ്ട്രീയം കലർത്താതെ ആര് ഭരണത്തിലിരുന്നാലും, അത് വലതുപക്ഷമായാലും UDF ആയാലും LDF ആയാലും, അധ്യാപകരുടെയും ജീവനക്കാരുടെയും ന്യായമായ ഡിമാൻഡുകൾക്ക് വേണ്ടി എക്കാലത്തും ശബ്ദിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് KPST. ആ നിലപാടിന്റെ ഭാഗമായിക്കൊണ്ട് 22-ാം തീയതി പണിമുടക്ക് പ്രഖ്യാപിച്ചത്. ആനുകൂല്യങ്ങൾ നിങ്ങൾ കണക്കൂട്ടിയോ? താക്കോല് ആക്കാൻ കൊടുത്താലോ? വിധവയായ ഒരു പ്രീ പ്രൈമറി അധ്യാപകർക്ക് KPST മെമ്പർക്ക് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത്. 21-ാം തീയതി ഒരു 10 മണിക്ക് ചടങ്ങ് നടക്കും. അതിനുശേഷമാണ് മറ്റു പരിപാടികളൊക്കെ. അപ്പൊ അതുകൊണ്ട് ആ പുണ്യകർമ്മത്തോടു കൂടി
ഇന്ന് ഈ സമ്മേളനം വിജയിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം. 30-ാം തീയതിയാണ് അധ്യാപക പ്രകടനം ഉദ്ദേശിക്കുന്നത്. ഒരു 10,000 അധ്യാപകരെങ്കിലും ഇത്രമാത്രം കഷ്ടതകൾ അനുഭവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ഇത്രമാത്രം അധ്യാപക ദ്രോഹ നടപടികൾ വന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ആ അധ്യാപക ദ്രോഹ നടപടികൾക്കെതിരെയുള്ള ഒരു പോരാട്ടമായി, ഒരു തൽക്കീതായി ഈ സർക്കാരിനെ ഒരു തിരുത്തൽ വരുത്തുന്നതിനുള്ള ഒരു സൂചന കൊണ്ടുവരെ പങ്കെടുപ്പിക്കാൻ കഴിയും. കുടുംബത്തിന്റെ ഒരു വെല്ലുവിളിയായിക്കൊണ്ടുള്ള പിണറായി വിജയനുള്ള താക്കീതായിക്കൊണ്ട് ഈ നിഷേധ നിലപാടുകൾ സ്വീകരിക്കുന്ന ഈ ഗവൺമെന്റിന്റെ പോരാട്ടമായിക്കൊണ്ട് നമുക്ക് നമ്മുടെ സമ്മേളനം വിജയിപ്പിക്കണം. അതിന് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ എല്ലാവരും വരണം എന്ന് പറയാനുള്ളത്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമുക്കറിയാം, നമ്മൾ ഏറ്റെടുക്കുന്ന ഏത് പ്രവർത്തികളാണെങ്കിലും വളരെ ഭംഗിയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ഏറ്റെടുക്കുന്ന ആളുകളാണ് കാസർഗോഡ്. APSC അസംയുക്തമായി പ്രഖ്യാപിച്ചു 10 വീട് 10 ലക്ഷം രൂപ വരെയുള്ള 10 വീടുകൾ എടുത്തു കൊടുക്കാൻ നമ്മൾ പ്രഖ്യാപിച്ചൂടെ? അപ്പൊ അതിന്റെ അവസ്ഥ എന്താ? ആ 10 വീട് നമ്മൾ പറഞ്ഞത് സർക്കാർ അനുവദിക്കുന്ന, സർക്കാർ കാണിച്ചു തരുന്ന വ്യക്തിക്ക് കൊടുക്കാനാണ്, ഗുണഭോക്താവിന് കൊടുക്കാനാണ്. ആദ്യഘട്ടങ്ങളിലൊക്കെ അതിന് നോഡൽ ഓഫീസറുകൾ വിളിക്കുമ്പോൾ നമ്മൾ കൃത്യമായി പറയുമായിരുന്നു. കഴിഞ്ഞ ദിവസം കേരള മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചീഫ് സെക്രട്ടറിയും അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയും ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു യോഗം നടന്നു. അതുമായി ബന്ധപ്പെട്ട് ആ യോഗത്തിൽ അദ്ദേഹം ആദ്യം ഒരു സ്ക്രീനിൽ കുറെ കാര്യങ്ങളൊക്കെ പ്രദർശിപ്പിച്ചു. അവർ ഉദ്ദേശിക്കുന്ന, സർക്കാർ ഉദ്ദേശിക്കുന്നത് 2 ടൗൺഷിപ്പുകളാണ്. ഒരു ടൗൺഷിപ്പ് കൽപ്പറ്റയിലും ഒരു ടൗൺഷിപ്പ് മേപ്പാടിയിലും. കൽപ്പറ്റയിലെ ടൗൺഷിപ്പ് 243 വീടുകളുള്ള ടൗൺഷിപ്പ്. അതിന് സ്കൂളുണ്ട്, നീന്തൽക്കുളമുണ്ട്, കളിസ്ഥലമുണ്ട്, ആശുപത്രിയുണ്ട്, മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്, ബാലവാടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. 473 വീടുകളുള്ള മേപ്പാടിയിൽ ഒരു ടൗൺഷിപ്പും കാണിച്ചു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി പറഞ്ഞു, ഇത് നിർമ്മിക്കുന്നതിന് ഒരു വീടിന് 30 ലക്ഷം രൂപ വെച്ച് കരാർ വന്നിട്ടുണ്ട്. ആരും? ഊരാലിംഗൽ സൊസൈറ്റി. വേറെ ആരോടും ചോദിച്ചിട്ടില്ല, കൊട്ടേഷൻ വാങ്ങിയിട്ടില്ല. ഊരാലിംഗൽ സൊസൈറ്റി 30 ലക്ഷം ഒരു വീടിന്. അപ്പൊ ഞാൻ ചോദിച്ചു, അധ്യാപക സംഘടനകളെ പ്രതിനിധിച്ച് ഞാൻ മാത്രമുള്ള വേറെ ആരും വീട് പ്രഖ്യാപിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചു, സാർ, APSCയുടെ പ്രസിഡന്റാണ് ഞാൻ, ഞങ്ങൾ 10 വീടുകളാണ് പ്രഖ്യാപിച്ചത്. ഞങ്ങൾ 10 ലക്ഷം രൂപ വെച്ചുള്ള 10 വീടുകളാണ് ഞങ്ങൾ വിഭാഗം ചെയ്തത്. അതിനനുസരിച്ച് ഞങ്ങൾ ഫണ്ട് കളക്ഷൻ നടത്തിയത്. സാറി പറയുന്നു 30 ലക്ഷം അധികമാണ്. അപ്പൊ വീടിനെ കുറിച്ച് അദ്ദേഹം വിവരിച്ചു. 1000 സ്ക്വയർ ഫീറ്റാണ് വീട്. 2 ബെഡ്റൂമുണ്ട്, 2 ബാത്റൂമുണ്ട്, ഒരു അടുക്കളയുണ്ട്, ഒരു സിറ്റ് ഔട്ട് ഉണ്ട്, ഒരു ഡൈനിങ് ഹാളുണ്ട്, മുകളിലേക്ക് കയറാനുള്ള കോണിയുണ്ട്. നാടുകളിൽ അതൊന്ന് അവർക്ക് മുകളിൽ എടുക്കണമെങ്കിൽ അതിന്റെ സൗകര്യം കൂടി ഉള്ള വീടാണ് എന്ന് പറഞ്ഞാൽ അതിന് മഹിമ കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ, ഇതേ കൺസെപ്റ്റുള്ള 1000 സ്ക്വയർ ഫീറ്റുള്ള വീട് APSC ഈ പ്രാവശ്യം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഉമ്മൻചാണ്ടി സാറിന്റെ പേരിൽ മലപ്പുറത്ത് നിർമ്മിച്ചുകൊണ്ടിരിക്കുക. ഞാനാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഞാൻ 14 ലക്ഷം രൂപക്കാ കരാർ കൊടുത്തത്. ആ വീട് ഞാൻ കൊടുത്ത് ഇതൊക്കെ കോണിയുണ്ട്, അതിന് പുറമെ വർക്കേരിയ ഉണ്ട്. ഇതിന് വർക്കേരിയ ഇല്ല. നമ്മൾ ഉണ്ടാക്കുന്ന വീടിന് വർക്കേരിയ ഉണ്ട്. അത് പറഞ്ഞു 14 ലക്ഷം രൂപയാണ്. അപ്പൊ അതുകൊണ്ട് 30 ലക്ഷം എന്ന് പറയുന്ന അധികമാണ് സാർ. അതല്ല, ടൗൺഷിപ്പിലെ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണോ ഈ പണം എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞെന്താറിയോ, അതിങ്ങനെ വീടിന് വേണ്ടി മാത്രം, സ്കൂളുള്ളവർക്ക് വേറെ സ്കൂളിന് വേണ്ടി മാത്രമാണ്. പിന്നെ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് അതുകൊണ്ട് കിട്ടാവുന്ന പണം, ഇത് സർക്കാരാണ് വീടുണ്ടാക്കുക, സർക്കാരാണ് വീട് കൊടുക്കുക, സർക്കാരാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും ചെലവഴിക്കുക. നിങ്ങളെ പൈസ കെട്ട് അടിച്ചെന്നാൽ മതി. നിങ്ങൾക്ക് ആകെ കിട്ടുന്ന ഒരു ഗുണം എന്തായാലും, ഒരു ബോർഡ് അവിടെ വെക്കും, കയറി ചെല്ലുന്നത്. ആ ബോർഡിൽ നിങ്ങളുടെ പേരും ഉണ്ടാകും, സ്പോൺസർ ചെയ്താൽ നിങ്ങൾ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, കാരുണ്യ പദ്ധതിയിൽ നിന്ന് വരെ ലക്ഷങ്ങൾ കൈയിട്ട് വരാനുള്ള ഈ സർക്കാരിന്റെ നാളുകളില് അധികാരത്തിൽ വീണ്ടും തിരിച്ചു വരാൻ വേണ്ടി പണം സ്വരൂപിക്കാനുള്ള ഒരു വേദിയാക്കിയിട്ടാണ് ഈ കാരുണ്യ ഭവന പദ്ധതിയെ വരെ മാറ്റിയെടുക്കാൻ സർക്കാർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ APSC അതിന്റെ ഭാഗമാകുന്നില്ല എന്നും, APSC തനതായി സ്ഥലം വാങ്ങി വീട് നിർമ്മിച്ചു കൊടുക്കാൻ ആ ഫണ്ട് നമ്മൾ വേറെ എടുക്കുമ്പോൾ ചെലവാക്കില്ല, അതിന് വേണ്ടി മാത്രമേ ചെലവാക്കൂ. അപ്പൊ അതുകൊണ്ട് 2 ഓപ്ഷൻ നമ്മുടെ മുന്നിൽ. നമ്മുടെ സംസ്ഥാന കമ്മിറ്റി മുഖ്യമന്ത്രിയുടെയും അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെയും നേരെ വിരൽ ചൂണ്ടി നമ്മുടെ അവകാശങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് ഈ എന്റെ മുമ്പിലിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അംഗങ്ങളുടെ ശക്തിയാണ്. നമ്മുടെ സമ്മേളനങ്ങളിലും നമ്മുടെ പ്രക്ഷോഭ പരിപാടികളിലും നാം എല്ലാവരും പങ്കെടുക്കണം. സംഘടനാ ബോധം നമ്മളിൽ കുറച്ചുകൂടി വർദ്ധിക്കണം.
വന്നവരോട് പറഞ്ഞ കാര്യമില്ല. ഇത് നിങ്ങളാണ് ബാക്കിയുള്ളവരോട് പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മുടെ ഈ ഐക്യമാണ്, നമ്മുടെ ഈ ഒരു കെട്ടുറപ്പാണ് ഇന്ന് കേരളത്തിൽ ജീവനക്കാരും അധ്യാപകരും ശമ്പളം പോലും വാങ്ങിക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഒരു സംശയം വേണ്ട. കാരണം ഇവിടെ അധ്യാപകരുടെയും ജീവനക്കാരുടെയും ശമ്പളം കിട്ടാതെ പോയാലും കേരളത്തിലെ ഭരണപക്ഷ സംഘടനയായ NGO യൂണിയനും KSU ഒരു അക്ഷരം പോലും അവരുടെ ഗവൺമെന്റിനെതിരെ മിണ്ടില്ല എന്നത് നമുക്ക് വസ്തുത മൂലം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമ്മളിവിടെ ഒരു പൊതുപണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 22-ാം തീയതിയിലെ പൊതുപണിമുടക്ക് കടന്നു വരികയാണ്. അദ്ദേഹത്തെ ഈ അവസരത്തിൽ നമ്മുടെ സമ്മേളനത്തിന് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാവിധ ഭാവങ്ങളും നിർത്തുന്നു. ചർച്ചയില്ലാതെ ഒളിച്ചു കടത്തുന്ന ഖാദർ കമ്മിറ്റി റിപ്പോർട്ടാണ് എന്റെയും നിങ്ങളുടെയും മുമ്പിലുള്ളത്. ഇപ്പോൾ നമ്മൾ ഉത്തരവ് വന്നു കഴിഞ്ഞു. ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിൽ ഹൈസ്കൂളിലെ നോൺ ടീച്ചർ സ്റ്റാഫ് ചുമതലകൾ ഏറ്റെടുക്കുന്നതിൽ ഉത്തരവ് വന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം മുതൽ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ ഹോൾ ടിക്കറ്റിൽ പോലും പ്രിൻസിപ്പൾ എന്ന പച്ചമൊഴിയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇതെവിടെയും ചർച്ച ചെയ്തില്ല. ചർച്ച ചെയ്തത് പഞ്ചായത്തുകളിലാണ്. സാധാരണയായ ജനങ്ങളുടെ മുമ്പിൽ 24 മേഖലകളിലൂടെ ചർച്ച ചെയ്തുകൊണ്ട് ഒന്നും തിരിയാത്ത ഒരു റിപ്പോർട്ടുകൾ DPIയുടെ ചവറ്റുകൊട്ടയിൽ എറിയപ്പെടുമ്പോഴും ഞാനും നിങ്ങളും വെയിലത്ത് നിർത്തിയാണ് ഇത്തരത്തിലുള്ള ഒരു പാഠ്യ പദ്ധതി പരിഷ്കരണം നടക്കുന്നതെന്ന് ഓർക്കണം. അതുകൊണ്ട് ചരിത്രപരമായ ദൗത്യം നമുക്കുണ്ട്. ഇനി ഒരു ഗവൺമെന്റ് UDFന്റെ അല്ലാതെ പിണറായി വിജയന്റെ ഗവൺമെന്റാണ് വീണ്ടും അധികാരത്തിൽ വരുന്നെങ്കിൽ ഒരു സംശയം വേണ്ട, ഇവിടുത്തെ ലോക്കൽ സെക്രട്ടറിക്കാരും ബ്രാഞ്ച് സെക്രട്ടറിക്കാരും ഏരിയ സെക്രട്ടറിക്കാരും സ്കൂളിൽ വട്ടമിട്ട് ചുറ്റം മറക്കുന്ന ഒരു സമീപനത്തിലേക്ക് കടന്നു വരും. അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ നമുക്കറിയാം സ്ഥിര നിയമനങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഡെയിലി വേജസ് ആണ് ഒന്നൊന്നായിട്ട് വരികയാണ്. എല്ലാം PSC പരീക്ഷ എഴുതി ഉച്ചസലനായ ഹൈസ്കൂൾ അധ്യാപകർ ഇവിടെ നിൽക്കേണ്ടത് പകരം അവരെ പുറത്തു നിർത്തിക്കൊണ്ട് ഡെയിലി വേജസ് വന്നു കഴിഞ്ഞു. UGCയെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും പ്രധാനമായ BJP സർക്കാർ തന്നെ വന്നു. വൺ ഇന്ത്യ എന്നതാണ്. ഒരു വൺ ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരു സിലബസ്, ഒരു യൂണിവേഴ്സിറ്റി, ഒരു കരിക്കുലം വന്നു കഴിഞ്ഞു. ഇതാണ് UGCയിൽ ഇപ്പോൾ എന്തായിരുന്നു? വിദ്യാഭ്യാസ വിദഗ്ധർ ആവശ്യമില്ല, ട്രെയിൻഡ് ടീച്ചേഴ്സ് ആവശ്യമില്ല. നാഗ്പൂരിലെ RSS ശാഖയിൽ നിന്ന് നിക്കറും ട്രൗസറും ഇട്ട ഒരാൾ വിദ്യാഭ്യാസ വിദഗ്ധനാണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ സർവകലാശാലകളിൽ വിദ്യാഭ്യാസം നടത്തേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞു. ഇവിടെ തന്നെ മറ്റൊന്നല്ല, കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ കയ്യൂരും കൈവള്ളൂരും വന്നു കഴിഞ്ഞു. നാളിതുവരെയുള്ള ചരിത്രം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ ഡോക്ടർ മൻമോഹൻ സിംഗ് വരെയുള്ള വിദ്യാഭ്യാസ നയങ്ങളെയും ചിത്രങ്ങളെയും നാട്ടുനാൾ ആവശ്യമെങ്കിൽ ഒരു ഗവൺമെന്റ് ജനാധിപത്യ മതേതരത്വ ഗവൺമെന്റ് വരണം. സംഘകാലത്തെ തിരസ്കരിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ചെയർമാൻ നിസ്കരിച്ചുകൊണ്ടു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ മഹാത്മജിയും ശ്രീമതി ഗാന്ധിയും ശാസ്ത്രിജിയും ഇവിടുത്തെ പുസ്തകങ്ങളിൽ പടിയിറങ്ങി കഴിഞ്ഞു. പകരം അതിനൊത്ത ഒരു ചക്കിക്കൊത്ത ചങ്കരൻ എന്ന പോലെ നിങ്ങൾ ഓർക്കണം, കേരളത്തിൽ ആദ്യമായിട്ട് നരേന്ദ്രമോദിയുടെ സവർക്കറുടെ വിദ്യാഭ്യാസ പാഠശാലകൾ കണ്ണൂർ സർവകലാശാലയിലേക്ക് പഠിപ്പിച്ച ഏക സംസ്ഥാനം, സിലബസിലുള്ള ഏക സംസ്ഥാനം പിണറായി വിജയൻ. 65,000 കോടി രൂപയുടെ ചെലവ് വഹിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഈ സാമ്പത്തിക വർഷം വിദേശത്തേക്ക് കുട്ടികൾ പോയിട്ടുള്ളത്. എന്റെയും നിങ്ങളുടെയും മക്കൾക്ക് പഠിക്കാനും സുരക്ഷിത കേന്ദ്രമല്ല. സിദ്ധാർത്ഥമാർ തൂങ്ങിച്ചാകുന്ന ഒരു കാലം, കലാപമായി കൊല്ലപ്പെടുന്ന ഒരു കാലം. എല്ലാവിധ ആശംസകളും നേരുന്നു. മുൻ പ്രാസംഗികരെല്ലാം തന്നെ വളരെ വിശദമായി സംഘടന ഏറ്റെടുക്കേണ്ട ദൗത്യങ്ങളെക്കുറിച്ചും ചെയ്തുകൊണ്ട കാര്യങ്ങളെക്കുറിച്ചും വളരെ വിശദമായി സംസാരിച്ചു. കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. ഒരുപാട് സമ്മേളനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. ഈ സമ്മേളനം കഴിയുന്നതോടുകൂടി ഈ സംഘടന അനുവർത്തിക്കേണ്ടി വരുന്ന, നടപ്പിലാക്കി വരുന്ന പുതിയ സമര രീതികളെക്കുറിച്ചും ആശയ സംഘടനയെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ മുൻ പ്രാസംഗികർക്ക് പറഞ്ഞ പോലെ തന്നെ ഈ സംഘടനയുടെ ഏറ്റെടുക്കേണ്ട ദൗത്യങ്ങൾ, വരുംകാലങ്ങളിൽ ഉയർത്തിപ്പിടിക്കേണ്ട മുദ്രാവാക്യങ്ങൾ ഒക്കെ മനസ്സിലാക്കി കൂടി വേണം ഈ സമ്മേളനങ്ങളിൽ നമ്മൾ മുമ്പോട്ട് പോകാൻ. അതോടൊപ്പം തന്നെ നേരത്തെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ നടക്കാനിരിക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ കാസർഗോഡിന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള ഒരു പാർട്ടിസിപ്പേഷൻ പാലമത് മാഷോടിച്ച് കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ അവസാന ഒപ്പിയാക്കുമ്പോൾ അത് എന്നെ സംബന്ധിച്ച് ഒരു വേദനാജനകമായ അവസ്ഥയാണ് ഞാൻ നിങ്ങളോട് ഉറപ്പുവരുത്തുന്നത്. കാരണം വിരാമത്തിന്റെ അവസാന നാളുകളിലൂടെ പോരാട്ടത്തിന്റെ ഫാസിസം ടെർമിനോളജി ഉണ്ട്.
ഹിറ്റ്ലർ നാട് വെച്ചപ്പോഴാണ് നാസിസം എന്നൊരു ടെക്നോളജി. 9 വർഷം കേരളം കീഴായിരുന്നപ്പോഴാണ് പിണറായിത്തം എന്നുള്ള ടെക്നോളജി. ഈ പിണറായിക്കെതിരെയാണ് ജനുവരി 22 സമരം. ഇന്ത്യയിൽ കേരള സംസ്ഥാനത്തെ ജീവനക്കാരായതുകൊണ്ട് മാത്രം ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന ശമ്പളവും കുറഞ്ഞ ഡിഎയും കുറഞ്ഞ വീട്ടുവാടക അനുവദിച്ചും നാം വാങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ കുറ്റം നാം കേരള സംസ്ഥാനത്തെ ജീവനക്കാരായി എന്ന് മാത്രമാണ്. അനിവാര്യമായ നികേഷ് മാഷിന്റെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായിട്ട് കലോത്സവം വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഭൂരിപക്ഷം തെരഞ്ഞെടുക്കപ്പെട്ടെന്നുള്ള ആ സംഭവം. ഇപ്പോൾ കരിയർ സ്കൂൾ വർക്ക് ചെയ്യുന്ന ദീപേഷിനെ പോലുള്ള കല്ലൂരിൽ നിന്ന് നാട് അതേപോലെ തന്നെയാണ് വളരെ ഭംഗിയായിട്ട് വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ശരത്ലാലിന്റെയും കൃപേഷിന്റെയും നാട്ടിൽ നിന്ന് കല്ലൂരിൽ നിന്ന് നമ്മുടെ അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സന്നിഹിതനായിട്ടുള്ള നമ്മുടെ ജില്ലാ ട്രഷറർ ടോമി മാഷ്, അദ്ദേഹം പ്രധാനപ്പെട്ട അധ്യാപകനാണ്, പ്രധാന അധ്യാപകനാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ഒരു വർഷക്കാലം ഞങ്ങൾ 3 പേരും ഒരു ഗ്രൂപ്പുണ്ട്, കോൺഫിഡൻഷ്യൽ എന്ന് പറയുന്ന നമ്മുടെ ഗ്രൂപ്പ്. അതിൽ ഒരു ചെറിയ ഒരു കുത്ത് കോമ പോലും വരാതെ, അതുപോലെ തന്നെ ഈ വേദിയിൽ ഇപ്പോൾ ഉപവിഷ്ടരായിട്ടുള്ള സംഘടനയുടെ സംസ്ഥാന ഭാരവാഹികൾ, ജില്ലാ വൈസ് പ്രസിഡന്റുമാർ, ഒരു കാര്യം നമ്മുടെ കാസർഗോഡ് വെള്ളേജിലെ കഴിഞ്ഞ പാഠപുസ്തക സൗകര്യങ്ങളുമായിരുന്നു. കാസർഗോഡ് വെള്ളേജിലെ അക്കാദമിക കാര്യങ്ങളിൽ ഏത് കാര്യത്തിലും പി ശശിധര മാഷെ, അദ്ദേഹവും തുടക്കം മുതൽ ഒടുക്കം വരെ കലോത്സവം വിജയിപ്പിക്കാൻ വേണ്ടി ശക്തമായ കോൺഗ്രസിന്റെ പിൻബലമുള്ളതുകൊണ്ട് പലതരം 550D ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FE 550D സ്റ്റീൽ ബാർ. മറിയം ബോഡി ലോഷന് വെല്ലുന്നൊരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിലെ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷെ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെക്കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി, അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.
Kerala and Karnataka, the glow of purity.